ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ യുദ്ധം അങ്ങനെ ഒരു പുതിയ ദിശയിലേക്ക് കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾ പോലും നിന്ന് കത്തുമോ എന്ന വിധത്തിൽ ആശങ്കയേറ്റിക്കൊണ്ട് ട്രംപിന് ഇടുത്തി നൽകിക്കൊണ്ട് ചില നിർണായകമായ നീക്കങ്ങൾ അപ്രതീക്ഷിതമായി പശ്ചിമേഷ്യയിൽ നടന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാനെ അനുകൂലിക്കുന്ന ഹൂത്തികൾ സഞ്ചരിച്ച വിമാനം ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞ ദിവസം സൗദി പിന്തുണയുള്ള യമൻ സർക്കാർ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ആ രാജ്യങ്ങളും യുദ്ധത്തിന്റെ ഭാഗമാകുന്ന സാഹചര്യമുണ്ടായി. ആയത്തുള്ള അലി ഖാംനെയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ഹൂത്തി നേതാക്കളെ തിരിച്ച് യമനിലെത്തിക്കാൻ ഇറാൻ അയച്ച വിമാനം തടയുന്നതിനായി ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സനാ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് യമൻ അതിർത്തിയോട് ചേർന്നുള്ള സൗദിയിലെ പ്രവിശ്യകളിലേക്ക് ഹൂത്തികൾ ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിച്ചു എന്ന് സൗദി അവകാശപ്പെട്ടുവെങ്കിലും ഇവയുടെ പല ഭാഗങ്ങളും പലയിടങ്ങളിലും പതിക്കുകയും അതുവഴി വിമാന സർവീസുകളടക്കം റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഹൂത്തികൾക്ക് സൂപ്പർ പവർ നൽകുന്ന വിധത്തിലേക്ക് ഇറാന്റെ ഒരു നിർണായകമായ നീക്കം നടക്കുന്നത്. നമുക്കറിയാം, വളരെ പണ്ട് സൗദിയിലേക്ക് ഹൂത്തികളുടെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് സൗദിയും ഹൂത്തികളും തമ്മിൽ ഒരു ആക്രമണത്തിലേക്ക് പോയിരുന്നില്ല. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രത്യാക്രമണം എന്ന തലത്തിലേക്ക് ഹൂത്തികളും സൗദിയും വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയുന്ന വിധത്തിൽ ഹൂത്തികൾക്ക് ഇറാൻ സൂപ്പർ പവർ നൽകുന്നത്. അതിൻ്റെ അർത്ഥം ഈ യുദ്ധം ഹോർമുസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നത് തന്നെയാണ്. അതിപ്പോൾ ചെങ്കടൽ മേഖലയിലേക്ക് കൂടി സാവകാശം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. ഹൂത്തികളുടെ ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഹൂത്തികൾക്ക് നിയന്ത്രണമുള്ള പ്രദേശം യമൻ എന്ന രാജ്യത്തിന്റെ വടക്കൻ പ്രദേശമാണ്. അവിടെയാണ് സന ഉൾപ്പെടെയുള്ള പട്ടണങ്ങൾ. ആ പട്ടണങ്ങൾ നിയന്ത്രിക്കുന്നത്, യമന്റെ ചെങ്കടൽ തീരപ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൂത്തി വിമതർ എന്നറിയപ്പെടുന്ന ഈ വിഭാഗമാണ്. യഥാർത്ഥത്തിൽ യമന്റെ മണ്ണിന്റെ നല്ലൊരു ഭാഗവും ഹൂത്തികൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഔപചാരികമായി അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ സൗദി അറേബ്യ തൊട്ടടുത്ത രാജ്യമാണ്. പ്രമുഖ രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കുമായുള്ള പ്രദേശത്തെ വിന്യസിച്ചിരിക്കുന്ന രാജ്യമാണ് യമൻ. അപ്പോൾ യമൻ എന്ന രാജ്യത്തിനെ സർക്കാരിനെ പിന്തുണച്ച് നിർത്തിയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഒരു വിമത വിഭാഗമായ ഹൂത്തികളുടെ യഥാർത്ഥ നിയന്ത്രണത്തിൽ യമന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം തന്നെ ഹൂത്തികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി വരുന്ന ഭാഗം സൗദിയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ്. ഹൂത്തികൾ പ്രവാചക പരമ്പരയിൽപ്പെടുന്ന ഒരു വിഭാഗമാണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമുണ്ട്, ഷിയ ബന്ധമാണത്. അതുകൊണ്ടാണ് ആ ഹൂത്തികൾക്ക് എക്കാലത്തും ആയുധം നൽകി ഇറാൻ സഹായിച്ചിരുന്നത്. ആ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ ഖബറടക്കത്തിന് വേണ്ടി ഹൂത്തികളെത്തി, ഹമാസിന്റെ പ്രതിനിധികളെത്തി, ഹിസ്ബുള്ളയുടെ പ്രതിനിധികളെത്തി. ഇവരെയെല്ലാം ഇറാൻ സ്വീകരിച്ചു. കാരണം ഇറാന്റെ ഡിഫൻസ് രീതി അല്ലെങ്കിൽ ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പരമാവധി സഖ്യകക്ഷികളെ അണിനിരത്തി ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുക എന്നത് തന്നെയാണെന്ന് മാത്രമല്ല, ഇവർ ആക്രമണ വിധേയരാവുകയാണെങ്കിൽ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷയ്ക്ക് ഇവരെ ഉപയോഗിക്കുക എന്ന തന്ത്രവും ഇറാന്റെ കയ്യിലുണ്ട്. എന്തായാലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ ഏറ്റവും മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നവരാണ് ഹൂത്തികൾ. ആ ഹൂത്തികളെയാണ് സൗദി വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയത്. ആ ഹൂത്തികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സനയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വിമാനത്തെ, ആ വിമാനത്തിന് നേരെ ഒരു വലിയ ആക്രമണം, കാർപ്പറ്റ് ബോംബിംഗ് എന്നാണ് അതിന് പറയുക, അതാണ് സൗദിയുടെ നിർദ്ദേശപ്രകാരം യമൻ സർക്കാർ നടത്തിയത് എന്നാണ് ഒരു ഭാഷ്യം. മറ്റേത് സൗദി അറേബ്യ നേരിട്ട് ചെയ്തതാണ്. എന്തായാലും സൗദിക്ക് ഈ ആക്രമണത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സൗദി അറേബ്യ ഒരു ഘട്ടത്തിൽ ഇറാനെതിരെ അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരെ നീങ്ങുന്നു, അമേരിക്കയോട് അടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാന് വിരുദ്ധമായി നടപടി സ്വീകരിക്കുന്നു എന്ന തരത്തിലൊക്കെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഓർക്കണം, സൗദിയിലേക്ക് തീരെ ആക്രമണങ്ങൾ നടത്താത്തൊരു സാഹചര്യമാണ് ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിക്കുന്നത്. അതിനിടയിലാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂത്തികൾക്ക് നേരെ സൗദിയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, 2014 യമനിൽ ഒരു വലിയ അട്ടിമറി ഉണ്ടാകുന്നത്. അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഹൂത്തികൾ ഒരു വലിയ പ്രദേശത്തിന്റെ ഭരണം പിടിച്ചെടുത്തു. അന്നു മുതൽ ഹൂത്തികൾക്ക് അവിടെ മേജർ റോളുണ്ട്. ഹൂത്തികൾക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഹൂത്തികളെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു തരം നീക്കങ്ങളോ യമനിലെ മറ്റ് സർക്കാരിന്റെ ഭാഗത്ത്
ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. അതായത് ഔദ്യോഗിക ഭരണകൂടവും വിമത ഭരണകൂടവും എന്ന രീതിയിൽ സൗദി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗവും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗവും എന്ന രീതിയിൽ ഇവർ അങ്ങനെ പോവുകയായിരുന്നു. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും അത് പോയിരുന്നില്ല. പക്ഷെ അതിനിടയിലാണ് അമേരിക്കയെ സഹായിച്ചു നിൽക്കുന്ന രാജ്യം എന്ന നിലയിൽ സൗദി ഇപ്പോൾ ഇറാനെ സഹായിച്ചു നിൽക്കുന്ന പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികളെ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി, അതായത് അമേരിക്ക ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായി ഹൂത്തി സൗദി ആക്രമണത്തിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. പരമ്പരാഗതമായി ഇറാൻ സൗദി വൈര്യത്തിന് ഒരു പുതിയ മുഖം നൽകിയിരിക്കുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഒരു പുതിയ പോർമുഖം പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമുസിലേക്ക് തിരിയുകയും രണ്ടു തരത്തിൽ പോർമുഖം തുറക്കാൻ ഹൂതികൾക്ക് കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒന്ന്, സൗദിക്ക് നേരെയുള്ള ആക്രമണം, രണ്ട്, ഈ പറയുന്ന എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമാക്കാൻ കഴിയുന്ന, സൗദിയിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കുന്ന വിധത്തിലുള്ള ആക്രമണം. ഇതിനു മുമ്പും സൗദിയുടെ എണ്ണപ്പാടങ്ങളെ അരാംകോയേക്ക് ലക്ഷ്യമിട്ട് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ചെങ്കടൽ പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെന്ന് വയ്ക്കുക. അതായത് ഹൂത്തികൾ ചെങ്കടൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ചെങ്കടലിലൂടെ കപ്പലുകൾ പോകാത്ത സാഹചര്യം, ബാബൽ മന്ദബ് കടലിടുക്കും ഹോർമൂസിന്റെ സമാനമായ അവസ്ഥയിലേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി ഹൂത്തികൾക്ക് നേരെ വലിയ ആക്രമണം അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടാക്കും. ഇതിനു മുമ്പ് പലസ്തീൻ യുദ്ധത്തിന്റെ ഭാഗമായി ഹൂത്തികൾ ചെങ്കടൽ അടച്ചിരുന്നു. പക്ഷേ ആ ചെങ്കടൽ അടച്ച സമയത്ത് അത് തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബ്ലോക്കേഡ് തകർക്കാൻ വേണ്ടി അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിൽ വലിയ സേനകൾ, കപ്പലുകൾ അവിടേക്ക് വന്നിരുന്നു. പക്ഷേ ഹൂത്തികളെ തോൽപ്പിക്കാനായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂത്തികളെ ഇനി ചെങ്കടൽ തടഞ്ഞാൽ ഹൂത്തികളെ ആക്രമിക്കാൻ വലിയ സന്നാഹം അമേരിക്ക കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമേരിക്കയുടെ ഒരു വലിയ സന്നാഹം വന്നാൽ ഹൂത്തികൾ തങ്ങളുടെ രക്ഷയ്ക്കായി ആദ്യം സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ആക്രമിക്കാൻ പോകുന്നത് സൗദിയെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഹൂത്തികളോട് ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ അല്പസമയം മുമ്പ് വാർത്തകൾ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹൂത്തികൾ ചെങ്കടൽ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഹൂത്തികൾക്ക് നേരെ വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്വാഭാവികമായി അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന പോലുള്ള സമാനമായ ആക്രമണങ്ങൾ ഹൂത്തികൾക്ക് നടത്താൻ എളുപ്പം സൗദിയിലേക്കാണ്. സൗദിയിൽ ഒട്ടനവധി എണ്ണപ്പാടങ്ങളുണ്ട്. ആ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെ ഇറാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ ചില സൂചനകളാണ് ഇപ്പോൾ ഹൂത്തികൾ നൽകുന്നത്. അത് ട്രംപിന് ഇടുത്തിയായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗദിയുടെ തെക്കൻ പ്രദേശത്തോടുള്ള യമനോട് അതിർത്തി പങ്കിടുന്ന ഒരു നഗരത്തിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത ലക്ഷ്യം സൗദിയുടെ എണ്ണപ്പാടങ്ങളാണ് എന്നും സൂചനകൾ ലഭിക്കുന്നു. നോക്കൂ, ഈ യുദ്ധത്തിൽ ഒരിക്കലും എണ്ണപ്പാടങ്ങൾ കാര്യമായി കത്തി അമർന്നിട്ടില്ല എന്നോർക്കണം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ പലരുടെയും ഓർമ്മയിൽ ഉണ്ടാകും ആദ്യത്തെ ഗൾഫ് യുദ്ധം. സദ്ദാം ഹുസൈൻ കുവൈറ്റ് കീഴടക്കിയപ്പോൾ ഉണ്ടായ 91 ഗൾഫ് യുദ്ധം, പിന്നീട് അതിനുശേഷം 10 വർഷത്തിന് ശേഷം നടന്ന രണ്ടാം ഗൾഫ് യുദ്ധം. ഈ രണ്ട് ഗൾഫ് യുദ്ധ സമയത്തും എണ്ണപ്പാടങ്ങൾ, അതായത് കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായി. ഇറാഖിലെ എണ്ണപ്പാടങ്ങളും കുവൈറ്റിലെ എണ്ണപ്പാടങ്ങളും വൻതോതിലാണ് കത്തിയമർന്നത്. പക്ഷെ അതുപോലെയുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നതല്ലാതെ കാര്യമായ നാശനഷ്ടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ സൗദി അറേബ്യയുടെ ചെങ്കടൽ മേഖലയിലെ തുറമുഖങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ ജീവനാഡി. കാരണം യൂറോപ്പിലേക്ക് ഇപ്പോഴും സൗദിക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ ഭാഗം അത് ചെങ്കടലിന് അഭിമുഖമായി നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ചില തുറമുഖങ്ങളുണ്ട്. ആ പ്രദേശത്ത് നിന്ന് എണ്ണ എത്താൻ സൗദി അറേബ്യയുടെ കുറുകെ പൈപ്പ് ലൈനുകളുണ്ട്. ആ പൈപ്പ് ലൈനുകളിലൂടെ എത്തുന്ന എണ്ണ അവിടെ നിന്നും സുഗമമായി കയറ്റുമതി ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഹൂത്തികൾ ആഞ്ഞു ശ്രമിക്കുകയാണെങ്കിൽ ആ എണ്ണ കയറ്റുമതി അവതാളത്തിലാകും. അതോടുകൂടി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് സൗദി പോവുകയും സൗദിയുടെ ആ പ്രതിസന്ധി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദമായി വരികയും അമേരിക്ക ഹൂത്തികളെ എതിരിടാതെ പിന്മാറുകയോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആ രീതിയിലാണ് ഇറാൻ ഈ യുദ്ധത്തെ മോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കുക. ലോകത്തിൻ്റെ ആകമാന ചരക്ക് വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 20% ബാബൽ മന്ദബ് വഴിയാണ്. ബാബൽ മന്ദബിലൂടെ വടക്കോട്ട് നീങ്ങി ചെങ്കടൽ വഴി വടക്കോട്ട് സഞ്ചരിച്ച് അത് ഒരു കടലിടുക്കിലേക്ക് വരികയാണ്. അതിനുശേഷം അത് മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലിൽ പ്രവേശിച്ച് സൂയസ് കനാലിൻ്റെ അങ്ങേയറ്റം മധ്യധരണയാഴിയാണ്, മെഡിറ്ററേനിയൻ കടലാണ്. അവിടെ നിന്നുമാണ് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചരക്കുകൾ എത്തുന്നത്, എണ്ണ എത്തുന്നത്. ആ പാത അടച്ചു കഴിഞ്ഞാൽ, അതായത് കണ്ടെയ്നർ ഷിപ്മെന്റ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ പോലും ലോകത്താകമാന കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെയാണ്. അത് മുഴുവൻ ചോക്കഡായി പോകും. അങ്ങനെ ചോക്കഡായി പോയി കഴിഞ്ഞാൽ ആ കണ്ടെയ്നറുകൾ നീങ്ങാത്ത അവസ്ഥ വരും. അത് ഹോർമൂസ് എന്നൊരു ചോക്കിംഗ് പോയിന്റും ഇപ്പുറത്ത്
ബാബൽ മന്ദബ് എന്ന പേർഷ്യൻ ഗൾഫിലേക്കും അടക്കമുള്ള മറ്റൊരു ചോക്കിംഗ് പോയിന്റും ഒരേ സമയം അടഞ്ഞുകിടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ ദോഷം ചെയ്യും. ലോക വ്യാപാരം എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ആവശ്യ വസ്തുക്കൾ ലഭിക്കും, യൂറോപ്പിലേക്കുള്ള യാത്ര വളരെ ചിലവേറിയ കാര്യമായി മാറും. അത് ഷിപ്പിംഗ് കമ്പനികൾക്ക് ഭീമമായ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും. ബദൽ മാർഗം ആഫ്രിക്കൻ തീരത്തു കൂടിയാണ്, പക്ഷെ ആ വഴി പോകാനൊക്കെ വലിയ ചെലവ് വരും. അവിടെ കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യമടക്കം നിരവധി പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ യുദ്ധതന്ത്രം എന്ന നിലയിൽ ഹോർമൂസ് പോലെ ഹൂത്തികളെ ഇറക്കി ചെങ്കടലും കടുപ്പിക്കുമ്പോൾ അത് സൗദിക്ക് വലിയ ഭീഷണിയാകുന്നു എന്നതിനപ്പുറത്തേക്ക് ലോക കപ്പൽ മേഖലയെ അല്ലെങ്കിൽ കപ്പൽ ഗതാഗത ശൃംഖലയെ അല്ലെങ്കിൽ ചരക്കു നീക്കത്തെ വളരെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.